കൂട്ടുകാരൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർ സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവും, കള്ള് കുടിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതിനകത്ത് അത് ഹാബിറ്റായിട്ട് ചെയ്യണവരുണ്ട്. ചില ടെൻഷൻ വരുമ്പോൾ ആ ഹാബിറ്റിൻ്റെ മേലെ കുറച്ചധികം വലിക്കണവരും കുറച്ചധികം കുടിക്കണവരൊക്കെ ഉണ്ടാവും. അതല്ലാതെ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ കുടിക്കണവരൊക്കെ ഉണ്ടാവും. സ്ട്രെസ്സ്, പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്, ഫാമിലി, ബിസിനസ്, അങ്ങനെ അങ്ങനെ ആയിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ച് സമയത്തേക്ക് അത് മാറ്റി നിർത്താമെന്നല്ലാണ്ട് അതിൻ്റെ കൂടെ സ്പോയിൽ ചെയ്യണത് നമ്മുടെ ലൈഫും കൂടിയിട്ടല്ലേ. അപ്പോൾ ഞാനിങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ എല്ലാവരോടും പറയാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പോർട്സ് ചെയ്യുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്പോർട്സ് ചെയ്യുമ്പോഴേ, അതായത് നമുക്ക് ഇഷ്ടമുള്ള സ്പോർട്സ് സ്പോർട്സ് ഏതാന്നുള്ളതല്ല, അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ സ്ട്രെസ് ഒന്ന് റിലീസ് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് നോക്കിയാലാണ് ചെയ്യാത്തവർക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അത് അറിയുന്നവർക്ക് അതിനെ പറ്റി അറിയാൻ പറ്റും, അറിയാത്തവർക്ക് അത് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കള്ള് കുടിച്ചുകൊണ്ടോ സിഗരറ്റ് വലിച്ചുകൊണ്ടോ കുറേ നേരം ഒറ്റയ്ക്ക് മാറിയിരുന്നുകൊണ്ടോ നിങ്ങളെ സ്ട്രെസ് ഒന്നും മാറ്റാൻ പറ്റില്ല. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് കൂടെ നിങ്ങൾ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരം നിങ്ങളെ ആക്ടിവിറ്റി ചെയ്യാൻ നോക്കുക. അതായത് ആ ഡെയിലി ചെയ്യേണ്ട, അതായത് ചെയ്യാത്തവർ ഡെയിലി ആക്ടിവിറ്റി ചെയ്യുക, അതിനെ കണ്ടിന്യൂ ചെയ്യുക. അതല്ലാതെ സ്ട്രെസ് വരുമ്പോൾ മാറിയിരിക്കലല്ല. ഓക്കെ, നിങ്ങൾ അതിനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അതിനെ ഫേസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സ്ട്രോങ് ആവാൻ നോക്കുക. എന്നാലും നിങ്ങൾക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അതിന് പകരം നിങ്ങൾ കള്ള് കുടിച്ചിട്ടും സിഗരറ്റ് വലിച്ചിട്ടും നിങ്ങൾ ശരീരത്തിന് വീക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? പിന്നെ സ്ട്രെസ്സ് ഇപ്പോഴത്തെ കാലത്ത് അത് നമ്മളെ കൊണ്ടേ പോകുള്ളൂ. ഏതെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് സ്ട്രെസ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹാബിറ്റ് ഒന്ന് മാറ്റിയിട്ട് അതിന് പകരം ഇങ്ങനെ, അതായത് നല്ലൊരു ആക്ടിവിറ്റി, നല്ല സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്തിട്ട് അതിൽ നിന്ന് എൻജോയ് ചെയ്തിട്ട് അതിൽ കൂടെ ഈ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ നോക്കുക. നമ്മൾ മാക്സിമം സ്ട്രോങ് ആയിട്ട് അതിനെ ഏറ്റെടുക്കാൻ റെഡി ആവുക. ഓക്കെ, കാരണം പിന്നെ പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ തന്നെ തീർക്കണം. അതിപ്പോൾ കള്ള് കുടിച്ചാലും സ്പോർട്സ് ചെയ്താലും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളായിക്കോട്ടെ, ഫാമിലി പ്രശ്നമായിക്കോട്ടെ, നമ്മൾ ഫേസ് ചെയ്യുന്നേ വേണം. അത് ഫേസ് ചെയ്യാനുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു നല്ല ആരോഗ്യവും നല്ല ഹൃദയമൊക്കെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഈ രണ്ട് സാധനം ഒഴിവാക്കിയിട്ട് നിങ്ങൾ നല്ല സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്തിട്ട് സ്ട്രോങ് ആവാൻ നോക്കുക. ഓക്കെ, അതുപോലെ അതിൽ നിന്ന് തന്നെ കുറേ അസുഖങ്ങളും മാറ്റി കിട്ടുമല്ലോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പം ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഇതിലോട്ടൊന്ന് മാറ്റി നോക്കി നോക്കുക.